പിന്നെ ചൈൽഡ്സ് ഓട്ടോണമി എന്ന് പറയും അല്ലേ. അപ്പൊ വെച്ചാൽ കുട്ടികൾക്ക് സ്വയം എന്താണ് പിന്നെ അപ്പോൾ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തോന്നൽ ഉണ്ടാവുക. പിന്നെ അവർക്ക് തീരുമാനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഇന്ന ഫുഡ് കഴിക്കുക, ഇന്ന ഡ്രസ്സ് ധരിക്കുക എന്നൊക്കെ ഒരു ഒറ്റ ചോയ്സ് കൊടുക്കുന്നതിന് പകരം ഒരു 2 ചോയ്സൊക്കെ കൊടുക്കുക, ഇതിൽ ഏത് വേണം. അപ്പോൾ അവരെന്നെ തീരുമാനം എടുക്കുന്ന രീതിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല, ലിമിറ്റ് ചെയ്തിട്ട് അല്ലേ. കുറച്ച് സാധനം വെച്ചിട്ട് ഇതിൽ ഏതാണ് വേണ്ടത്, അപ്പോൾ കുട്ടികൾ ഇതിൽ 2 ഒന്ന് സെലക്ട് ചെയ്യാൻ ഉള്ളൊരു പിന്നെ എന്താ പറയാ, അവർക്കത് സെലക്ട് ചെയ്യാം, ഈ 2 സെലക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചില ചോയ്സുകൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് തീരുമാനം സ്വയം പിന്നെ കാരണം ഒട്ടും പ്രെഡിക്റ്റ് അല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു സ്കില്ല് കിട്ടാന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്നത്. ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുന്നത് നമ്മള് കുട്ടികളെ എന്താ പറയാ എല്ലാ കാര്യവും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതായത് നമുക്ക് തോന്നും കുട്ടികളല്ലേ അത് അവർ ചെയ്താൽ ശരിയാവൂല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം മിസ്റ്റേക്ക് അവർ മേക്ക് ചെയ്തോട്ടെ, എന്നാലേ അവർ പഠിക്കുള്ളൂ. പക്ഷെ നമ്മളിതെല്ലാം ചെയ്തു കൊടുക്കും. ഭക്ഷണം നമ്മൾ വാരി കൊടുത്താലേ അവർ വൃത്തിക്ക് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അല്ലാതെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരെ എന്ത് ചെയ്യുക, സെൽഫ് സഫിഷ്യന്റ് ആക്കാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാണ്ടായി പോകുന്നു. പിന്നെ ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി അതുവഴി അവർക്ക് കിട്ടുക എന്നുള്ളൊരു സംഗതി. അതായത് ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാന്നല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രീൻ ഡ്രസ് വേണോ റെഡ് ഡ്രസ് വേണോ, അങ്ങനെ നമ്മുടെ തൊള്ള സാധനം വെച്ചിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് കൊടുക്കാവുന്ന സംഗതിയാണ് സാധനം